ഈ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ നമുക്ക് ആശങ്കയായ മറ്റൊരു കാര്യം അവിടെ നിന്ന് വളരെ അടുത്തുള്ള അമർനാഥ് യാത്രയ്ക്ക് മാറ്റമുണ്ടാകുമോ എന്നുള്ളതാണ്. പക്ഷേ സർക്കാർ അറിയിക്കുന്നു അതിൽ മാറ്റമില്ല. പഹൽഗാം ഭീകരാക്രമണം അമർനാഥ് തീർത്ഥാടനത്തെ ബാധിക്കില്ല എന്ന് കേന്ദ്രം വ്യക്തമാക്കുന്നു. പക്ഷേ കനത്ത സുരക്ഷയിലാകും തീർത്ഥാടനം നടത്തുക. भारत के लोगों में इतना सामर्थ्य है, इतनी हिम्मत है, इतना आत्मविश्वास है कि जल्द ही फिर एक बार पर्यटन वहाँ शुरू होगा, उद्योग वहाँ जाएगा, अमरनाथ की यात्रा होगी और कश्मीर जो विकास के मार्ग पे चल पड़ा है उसको कोई रोक नहीं सकता. ഗൗതം അനന്തനാരായണൻ വിവരങ്ങളുമായി ചേരുകയാണ്. ഗൗതം, അത് വലിയ ആശ്വാസമുള്ള വാർത്തയാണ്. കാരണം ഇങ്ങനൊരു ഭീകരാക്രമണം ഉണ്ടായപ്പോൾ എല്ലാവരും ആശങ്കപ്പെട്ടൊരു കാര്യം ഇത്തവണത്തെ തീർത്ഥാടനത്തെ ബാധിക്കുമോ എന്നുള്ളതാണ്. പക്ഷേ യാത്രയ്ക്ക് മാറ്റം ഉണ്ടാകില്ല, തയ്യാറെടുക്കാം, കനത്ത സുരക്ഷ ഉണ്ടാകുമെന്ന കാര്യം കേന്ദ്രം വ്യക്തമാക്കുകയാണ്. എങ്ങനെയായിരിക്കും അത് ഈ കൂടുതൽ സുരക്ഷ ഏർപ്പാടാക്കുക ഈ ഒരു ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടി? അവരെന്തൊക്കെ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു? വീണ, കനത്ത സുരക്ഷയ്ക്ക് നടുവിലൂടെ അമർനാഥ് തീർത്ഥാടനം ഈ തവണയും ഒരു തടസ്സവുമില്ലാതെ മുന്നോട്ട് നീങ്ങുമെന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. കേന്ദ്ര വാണിജ്യ വകുപ്പ് മന്ത്രി പീയൂഷ് ഗോയലിന്റെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത്. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് കനത്ത സുരക്ഷയുടെ നടുവിലൂടെ ഒരു പ്രശ്നങ്ങളുമില്ലാതെ അമർനാഥ് തീർത്ഥാടനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന ആത്മവിശ്വാസം കേന്ദ്ര സർക്കാരിനുണ്ട്. അതിനാൽ ഈ തീർത്ഥാടനം മാറ്റിവെക്കില്ല എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു. ജൂലൈ മാസം 3-ാം തീയതി മുതൽ ഓഗസ്റ്റ് മാസം 9-ാം തീയതി വരെയാണ് ഈ വർഷത്തെ ഏതാണ്ട് ഒരു മാസം നീണ്ടു നിൽക്കുന്ന അമർനാഥ് തീർത്ഥാടനം. മുൻപ് 2000-2001 വർഷങ്ങളിലൊക്കെ തീർത്ഥാടകർക്ക് നേരെ വലിയ ഭീകരാക്രമണങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം കനത്ത സുരക്ഷയ്ക്ക് നടുവിലൂടെയാണ് ഈ യാത്ര നടത്താറുള്ളത്. ഈ അമർനാഥിലേക്കുള്ള പ്രധാനപ്പെട്ട പാതകളിൽ ഒന്ന് ഈ പഹൽഗാം വഴിയാണ് കടന്നു പോകുന്നത്. അതിനാൽ തന്നെ ആളുകൾക്ക് ഒരു ആശങ്കയുണ്ടായിരുന്നു ഇത്തവണ തീർത്ഥാടനത്തെ ഈ ഭീകരാക്രമണം ബാധിക്കുമോ എന്നുള്ളത്. എന്നാൽ സുരക്ഷ ഒരുക്കിക്കൊണ്ട് ഒരു പ്രശ്നങ്ങളുമില്ലാതെ തീർത്ഥാടനം പതിവ് പോലെ ഈ തവണയും നടത്തുമെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. അമർനാഥ് തീർത്ഥാടനത്തിന്റെ രജിസ്ട്രേഷൻ, ഓൺലൈൻ രജിസ്ട്രേഷൻ ഈ മാസം 15-ാം തീയതി മുതൽ ആരംഭിച്ചിരുന്നു. അതിപ്പോഴും തുടരുകയാണ്. വീണ, ഓക്കെ, ശരി ഗൗതം.